Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit and today we are discussing the continuation part of our previous class. The previous class we have completed till part 16, that is till part 342. And today we are discussing the remaining part and important articles in that part. നമ്മുടെ മുൻ ക്ലാസ്സിൽ ഭരണഘടനയുടെ പാർട്ട് 16 വരെയുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തുടർന്ന് വരുന്ന പാർട്ടുകളിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളെ പറ്റിയിട്ടാണ്. So friends, start with part 17. Part 17 deals with official language. Part 17 deals with official language. Article 343 to 351 included in this part. Article 343 to 351 included in this part. Part 17. Part 17 deals with official language. The important articles in this part. First one is Article 343. Article 343 deals with official language. So the question is, what is the article related to official language? The answer is Article 343. By Article 343, the official language shall be Hindi in Devanagari script. The official language of the Union shall be Hindi in Devanagari script. That is our official language by Article 343. Don't confuse this fact along with national language. This article is only about official language, not national language. This is not our national language. Hindi in Devanagari script is only our official language. Currently, there is no national language for India. Next important article is Article 348. 348 deals with the language used in Supreme Court and State High Courts shall be English. By Article 348, the language used in Supreme Court and High Court shall be English. Contrary to this article, some of our Indian states use their mother tongue as a language in the respective high courts by constitutional amendment. By Article 348, the language used in Supreme Court and State High Courts shall be English, but there are some exceptions to some of the Indian states. They use their mother tongue as the official language in their respective high courts. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഭരണഘടനയുടെ പാർട്ട് 16 വരെയുള്ള ഭാഗം നമ്മൾ പൂർത്തിയാക്കി. പാർട്ട് 17ലേക്ക് വരുമ്പോൾ ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയുള്ള ആർട്ടിക്കിളാണ് പാർട്ട് 17 ഉൾപ്പെടുന്നത്. ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയുള്ള ആർട്ടിക്കിളാണ് പാർട്ട് 17 ഒഫീഷ്യൽ ലാംഗ്വേജ്, ഔദ്യോഗിക ഭാഷ എന്ന ഭാഗത്ത് വരുന്നത്. പാർട്ട് 17 അപ്പോൾ എന്താണ്? ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 343. അതാണ് ഇതിനകത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 343. ആർട്ടിക്കിൾ 343 എന്താണ് പറയുന്നത്? ഒഫീഷ്യൽ ലാംഗ്വേജ് ഷാൾ ബി ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷ എന്താണ്? ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്. ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 343. അപ്പോൾ ആർട്ടിക്കിൾ 343 ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യയെ പറ്റി പറയുന്നത്. ഏതാണോ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്? ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി, ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്, അതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇനി ഇവിടെ ഒരിക്കലും കൺഫ്യൂഷൻ ആയിക്കൂടാത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ആർട്ടിക്കിൾ 343 പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷയെ പറ്റിയിട്ടാണ്, ഒരിക്കലും നാഷണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ദേശീയ ഭാഷയെ പറ്റിയിട്ടല്ല. ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നാഷണൽ ലാംഗ്വേജ് അല്ല, ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. നാളെ ഇതുവരെ ഇന്ത്യക്കൊരു നാഷണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ദേശീയ ഭാഷ എന്ന സ്റ്റാറ്റസ് അല്ലെങ്കിൽ പദവി നൽകിയിട്ടുള്ള ഒരു ഭാഷ ഇതുവരെ ഇല്ല. ഹിന്ദി എന്ന് പറയുന്നത് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷ മാത്രമാണ്, നാഷണൽ ലാംഗ്വേജ് അല്ല. അതൊരിക്കലും നമുക്ക് തിരിഞ്ഞു പോകരുത്. ആർട്ടിക്കിൾ 343 പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്, ഒരിക്കലും നാഷണൽ ലാംഗ്വേജിനെ പറ്റിയിട്ടല്ല.
അടുത്ത പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 348. ആർട്ടിക്കിൾ 348 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 348 പറയുന്നത് സുപ്രീം കോടതിയും സംസ്ഥാന ഹൈക്കോടതികളും ഉപയോഗിക്കേണ്ടുന്ന ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കണം. എന്താണ്? സുപ്രീം കോടതിയും സംസ്ഥാന ഹൈക്കോടതികളും ഉപയോഗിക്കേണ്ടുന്ന ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 348. ആർട്ടിക്കിൾ 348 ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷ ആയിരിക്കണമെന്ന് പറയുമ്പോഴും ചില സംസ്ഥാനങ്ങൾ അവരുടെ ഔദ്യോഗിക ഭാഷ ആയിട്ട് അവരുടെ മാതൃഭാഷയെ പരിഗണിച്ചിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങൾ അവരുടെ ഔദ്യോഗിക ഭാഷയായിട്ട് അവരുടെ മാതൃഭാഷയെ തന്നെ ഇംഗ്ലീഷിനോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏത്? ആർട്ടിക്കിൾ 348 പറയുന്നതിന് ഒരു എക്സെപ്ഷൻ കേസ് പോലെ. അപ്പോൾ ആർട്ടിക്കിൾ 348 പറയുന്നത് സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും ഇംഗ്ലീഷ് ആയിരിക്കണം ഔദ്യോഗിക ഭാഷ എന്നുള്ളതാണ്. പക്ഷെ ചില സംസ്ഥാനങ്ങളിൽ അവരവരുടെ മാതൃഭാഷ അവർ ഹൈക്കോടതികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ട് 17 അല്ലെങ്കിൽ പാർട്ട് 17 എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷ എന്ന പാർട്ടാണ്. ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയുള്ള ആർട്ടിക്കിളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളിലൊന്നാണ് ആർട്ടിക്കിൾ 343. 343 പറയുന്നത് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ്? ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. അടുത്ത ആർട്ടിക്കിൾ 348 എന്താണ് പറയുന്നത്? സുപ്രീം കോടതിയിലും സംസ്ഥാന ഹൈക്കോടതികളിലും ഉപയോഗിക്കേണ്ടുന്ന ഔദ്യോഗിക ഭാഷ എന്തായിരിക്കണം? ഇംഗ്ലീഷ് ആയിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 348. അപ്പം അത്രയാണ് പാർട്ട് 17 എന്ന് പറയുന്ന ഭാഗത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഭാഗത്തെ പ്രധാന ആർട്ടിക്കിൾ. Move to the next part, part 18. Part 18 is one of the important part. It deals with emergency provisions. Part 18 deals with emergency provisions. Article 352 to 360 included in part 18. Article 352 to 360 included in part 18 emergency provisions. So move to the important articles firstly. The first one is Article 352. Article 352 is generally known as the article related to national emergency or proclamation of emergency. Article 352 is the article related to national emergency. By Article 352, the President can proclaim the national emergency only on the recommendation of Union Cabinet, that is Prime Minister and Cabinet Ministers. By Article 352, the President can proclaim a national emergency only on the recommendation of Union Cabinet, that is the Prime Minister and Cabinet Ministers. The President can only proclaim the emergency only with the permission of the Parliament by a 2/3 majority of both houses. The President can only proclaim the emergency with the permission of Parliament by a 2/3 majority. Only after that the proclamation of national emergency be valid. If there is any one of the two houses is absent, that is the lower house, the Lok Sabha is absent, the proclamation passed by the Rajya Sabha by a 2/3 majority. If Lok Sabha is absent or it is not in session, the Rajya Sabha would pass the proclamation order by a 2/3 majority. Only after then the President can proclaim the emergency. Next important article is Article 356. Article 356 is the article related to state emergency or simply presidential rule. So the article related to presidential rule or the state emergency is Article 356. By Article 356, the state emergency or presidential order or the presidential rule proclaimed
only in the case of a failure of constitutional machinery in state. So, by Article 356, the emergency or the presidential rule is proclaimed only in the case of a failure of constitutional machinery in state. And it is only proclaimed according to a recommendation from governor. The Article 356 is only done by the recommendation of governor. And the period relating to Article 356 it is same as that of Article 352. The proclamation may continue for 6 months at a time, and if there need any further extension, the President need further approval from the Parliament. The proclamation may continue for 6 months at a time, and if need further extension, need further approval from the Parliament. And in the case of 356, there is an exception or a change from Article 352. In the case of Article 356, there is a maximum period of the proclamation of emergency. The maximum period of proclamation of emergency under Article 356 is 3 years. But in the case of 352, there is no maximum period. The President can extend the period to how many times? But in the case of 356, it can only extend up to 3 years, and by how? By 6 months at a time. That is says in Article 356. So Article 356 is related to state emergency or presidential rule, and it is only proclaimed after the recommendation from the governor. And at the time of 356, the administration of a state is carried out by the governor according to the recommendation or orders from President or the Parliament. At the time of Article 356, the administration in a state is carried out by governor according to the recommendation or orders from the President or the Parliament. And there is a maximum period of 3 years in the case of Article 356. The first instance of Article 356 was at Punjab in 1951. That is, this type of emergency was firstly done or firstly proclaimed was at Punjab in 1951. The next important article is Article 358. Article 358 says the suspension of provisions of Article 90, that is the sixth right included in Article 90 during both the emergency period. So by Article 358, the fundamental rights included in Article 90, that is the sixth rights, are suspended in the case of both the national emergency under Article 352 and the state emergency under Article 356. That is says in Article 358. The suspension of the provisions of fundamental rights included in Article 90 at the time of national emergency and state emergency. That is says in Article 358. Next important article is Article 359. Article 359 says the suspension of enforcement of right included in Part 3. That is a fundamental right. Article 359 says the suspension of enforcement of all the rights included in Part 3. That is fundamental right. Suspension of fundamental right when at the time of national emergency. The fundamental right included in Part 3 are not suspended during the state emergency period. That is under Article 356. The Article 359 is valid only in the case of Article 352 national emergency. At the time of state emergency, there is no suspension to fundamental rights included in Part 3. And there is also an exception to this article. Article 20 and 21. The two articles are standing still even after suspension of other rights. Article 20 and 21 not suspended during the national emergency period. So Article 359 deals with the suspension of enforcement of fundamental rights included in Part 3, that is fundamental right, during the national emergency at the time of national emergency under Article
352. One of the important point is the suspension of fundamental right. This case is not valid in the case of state emergency under Article 356. That is, when Article 356 is proclaimed, there is no suspension of fundamental right. Article 20 and 21 not suspended during the national emergency period. That is says in Article 359. Next important article in this section is Article 360, Financial Emergency. This type of emergency is proclaimed only if there is any serious situation related to our financial stability or credit of India. This type of emergency is proclaimed only if there is any serious situation related to financial stability or the credit of India. Only at that time this type of emergency proclaimed. In India, this type of emergency never proclaimed. So Article 360 is related to financial emergency, and this type of emergency is proclaimed only if there is any serious situation related to the financial stability or the credit of India. And in the case of India, this type of emergency is never proclaimed. അപ്പോൾ നമ്മൾ പാർട്ട് 17 കഴിഞ്ഞ് പാർട്ട് 18 എത്തുകയാണ്. പാർട്ട് 18 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. എമർജൻസി പ്രൊവിഷൻസ് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ് പാർട്ട് 18 പറയുന്നത്. പാർട്ട് 18 പറയുന്നത് എമർജൻസി പ്രൊവിഷൻസ്, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പാർട്ടിൽ പറയുന്നത്, പാർട്ട് 18 പറയുന്നത്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള ആർട്ടിക്കിളുകളാണ് പാർട്ട് 18 ഉള്ളത്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള ആർട്ടിക്കിളുകളാണ് പാർട്ട് 18 ഉൾപ്പെടുന്നത്. എമർജൻസി പ്രൊവിഷൻസ് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യതാണ് ആർട്ടിക്കിൾ 352. ആർട്ടിക്കിൾ 352 എമർജൻസി പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 352 എമർജൻസി പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി പുറപ്പെടുവിക്കാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. എപ്പോഴാണ്? ഓൺലി by the recommendation of Union Cabinet, that is the Prime Minister and other Cabinet Ministers. പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഉൾപ്പെടുന്ന ക്യാബിനറ്റിന്റെ നിർദ്ദേശത്തിന് ശേഷം മാത്രമേ പ്രസിഡന്റിന് ഒരു നാഷണൽ എമർജൻസി പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമന്ത്രിയുടെ മറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെയും നിർദ്ദേശത്തിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് നാഷണൽ എമർജൻസി പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ അദ്ദേഹത്തിന് നാഷണൽ എമർജൻസി പുറപ്പെടുവിക്കണമെങ്കിൽ പാർലമെന്റ്, അതായത് 2 സഭകളും ചേരുന്ന പാർലമെന്റ് 3/2 ഭൂരിപക്ഷത്തോടു കൂടി ഇത് പാസ്സാക്കിയിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സാക്കിയിരിക്കണം. ഇപ്പോൾ പ്രസിഡന്റിന് നാഷണൽ എമർജൻസി പുറപ്പെടുവിക്കണമെങ്കിൽ പാർലമെന്റിന്റെ അംഗീകാരം കൂടി വേണം. പാർലമെന്റ് 2 സഭകളും അത് 3/2 ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കിയാൽ മാത്രമേ പ്രസിഡന്റിന് നാഷണൽ എമർജൻസി പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി 2 സഭകളിൽ ഒരു സഭ കൂടുന്നില്ല, അതായത് ലോക്സഭ, രാജ്യസഭ ഒരിക്കലും പിരിച്ചുവിടാനൊക്കെ ആകില്ല. ലോക്സഭ കൂടാത്ത സമയത്ത് അല്ലെങ്കിൽ ലോക്സഭ നിലവിലില്ലാത്ത സമയത്താണെങ്കിൽ രാജ്യസഭ ഇത് 3/2 ഭൂരിപക്ഷത്തിൽ അംഗീകരിച്ചിരിക്കണം. അപ്പോൾ 2 സഭകളും ഉണ്ടെങ്കിൽ 2 സഭകളും 3/2 ഭൂരിപക്ഷത്തിൽ അംഗീകരിച്ചിരിക്കണം. ഇനി രാജ്യസഭ മാത്രമേ ഉള്ളെങ്കിൽ രാജ്യസഭ അത് 3/2 ഭൂരിപക്ഷത്തിൽ അംഗീകരിച്ചിരിക്കണം. എന്തിന്? പ്രസിഡന്റിന് നാഷണൽ എമർജൻസി പുറപ്പെടുവിക്കാൻ. അപ്പോൾ 352 പ്രകാരം നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പുറപ്പെടുവിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. എപ്പോഴാണ് പുറപ്പെടുവിക്കുന്നത്? യൂണിയൻ ക്യാബിനറ്റ്, പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഉൾപ്പെടുന്ന യൂണിയൻ ക്യാബിനറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇത് പുറപ്പെടുവിക്കുന്നത്. ഇനി അദ്ദേഹം എപ്പോഴേ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ? പാർലമെന്റിന്റെ 2 സഭകളുണ്ടെങ്കിൽ 2 സഭകളും 3/2 ഭൂരിപക്ഷത്തിൽ ഇത് പാസ്സാക്കിയിരിക്കണം. ഇനി ഒരു സഭ മാത്രമേ ഉള്ളെങ്കിൽ ആ ഒരു സഭ ഇത് 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയിരിക്കണം. ഇനി ഈ നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട കാലാവധി നോക്കുകയാണെങ്കിൽ ഒരു സമയം 6 മാസത്തേക്കിന് മാത്രമേ
നാഷണൽ എമർജൻസി നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുള്ളൂ പ്രസിഡന്റിന്. മാക്സിമം പീരീഡ് ഒരു ടൈമിൽ ഒരു പ്രാവശ്യം 6 മാസത്തേക്ക് വരെ അത് നീട്ടിക്കൊണ്ട് പോകാനാവുകയുള്ളൂ. ആ 6 മാസത്തിൽ കൂടുതൽ വീണ്ടും അദ്ദേഹത്തിന് സമയം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പാർലമെന്റ് അത് അംഗീകരിച്ച് പാസ്സാക്കണം. അതായത് അറ്റ് എ ടൈം 6 months എന്നാണ് പറയുന്നത്. ഒരു സമയത്ത് 6 മാസത്തേക്കിന് വരെ അദ്ദേഹത്തിന് പരമാവധി നാഷണൽ എമർജൻസി പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ 6 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും സമയം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹം പാർലമെന്റിന്റെ അനുമതി തേടേണ്ടി വരും. ഇനി നാഷണൽ എമർജൻസിയെ സംബന്ധിച്ചോളം ഇതിന് മാക്സിമം പീരീഡ് എന്നൊന്നില്ല, പരമാവധി കാലാവധി എന്നൊന്നില്ല. എത്ര നാൾ വേണമെങ്കിലും പ്രസിഡന്റിന് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം. എത്ര നാൾ വേണമെങ്കിലും പ്രസിഡന്റിന് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം. ഈ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള എമർജൻസി ഇന്ത്യയിൽ ആകെ 3 തവണയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 3 തവണ, സ്വാതന്ത്ര്യത്തിന് ശേഷം 3 തവണയാണ് ഇന്ത്യയിൽ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ വന്നിട്ടുള്ളത്. ഒന്ന് 1962 ഇന്ത്യ ചൈന യുദ്ധം, രണ്ടാമത്തത് 1971 ഇന്ത്യ പാക് യുദ്ധം, മൂന്നാമത്തത് 1975 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ. അപ്പോൾ ആർട്ടിക്കിൾ 352 പ്രകാരം ആകെ 3 തവണ മാത്രമേ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ആദ്യത്തേത് 1962 ഇന്ത്യ ചൈന യുദ്ധം, രണ്ടാമത്തത് 1971 ഇന്ത്യ പാക് യുദ്ധം, മൂന്നാമത്തത് 1975 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ. അങ്ങനെ മൊത്തം 3 തവണയാണ് ആർട്ടിക്കിൾ 352 പ്രകാരം രാജ്യത്ത് അടിയന്തരാവസ്ഥ വന്നിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 352 പറയുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്? പ്രസിഡന്റിന് മാത്രമേ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്? പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും ഉൾപ്പെടുന്ന യൂണിയൻ ക്യാബിനറ്റിന്റെ നിർദ്ദേശത്തിന് ശേഷം മാത്രമേ അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയുള്ളൂ. ഇനി എപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് അത് പ്രഖ്യാപിക്കാനുള്ള അധികാരം കിട്ടുകയുള്ളൂ? പാർലമെന്റിന്റെ ഇരുസഭകളും 3/2 ഭൂരിപക്ഷത്തിൽ ഈ ബില്ല് പാസ്സാക്കണം. ഇനി ഒരു സഭ, അതായത് ലോക്സഭ നിലവിലില്ലെന്നുണ്ടെങ്കിൽ രാജ്യസഭയെങ്കിലും അത് 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സാക്കിയിരിക്കണം. ഇനി ഒരു സമയം 6 മാസം വരെ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ ആർട്ടിക്കിൾ 352 പ്രകാരം. അത് കഴിഞ്ഞ് കൂടുതൽ കാലം നീട്ടണമെങ്കിൽ വീണ്ടും പാർലമെന്റിന്റെ അനുവാദം തേടേണ്ടി വരും. 6 മാസം കഴിഞ്ഞ് വീണ്ടും നീട്ടണമെങ്കിൽ വീണ്ടും പാർലമെന്റിന്റെ അനുവാദം തേടേണ്ടി വരും. ഇനി സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള എമർജൻസി 3 തവണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആദ്യത്തേത് 1962 ഇന്ത്യ ചൈന യുദ്ധം, രണ്ടാമത്തത് 1971 ഇന്ത്യ പാക് യുദ്ധം, മൂന്നാമത്തത് 1975 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ. അത്രയാണ് ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂൾ എന്നുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 ആണ് സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂളുമായി ബന്ധപ്പെട്ടത്. ഇനി ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റിന് എമർജൻസി ഒരു സംസ്ഥാനത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ ആരുടെ റെക്കമെൻഡേഷൻ വേണം? ഗവർണറുടെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഗവർണറുടെ നിർദ്ദേശം വേണം. ഗവർണറുടെ അഭിപ്രായ ശേഷം മാത്രമേ സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂള് രാഷ്ട്രപതി പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ 356 പ്രകാരം ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ ഗവർണറുടെ നിർദ്ദേശം കൂടി ലഭിച്ചതിന് മാത്രമേ ചെയ്യുകയുള്ളൂ. ഇനി 356 പ്രകാരം പ്രസിഡൻഷ്യൽ റൂള് അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ ഭരണ ചുമതല നടത്തുന്നത് ഗവർണർ ആയിരിക്കും. ആർട്ടിക്കിൾ 356 പ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അതിന്റെ ഭരണം നടത്തുന്നത് ഗവർണർ ആയിരിക്കും. എങ്ങനെ? പ്രസിഡന്റിന്റെയോ പാർലമെന്റിന്റെയോ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അനുസരിച്ച്. ഇപ്പോൾ ആർട്ടിക്കിൾ 356 അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂൾ പ്രഖ്യാപിച്ചാൽ ആ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ നടത്തുന്നത് ഗവർണർ ആയിരിക്കും. പ്രസിഡന്റിന്റെയോ പാർലമെന്റിന്റെയോ അനുവാദത്തോടെ അല്ലെങ്കിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട്. അതാണ് ആർട്ടിക്കിൾ 356 പറയുന്ന മറ്റൊരു പോയിന്റ്. ഇനി ആർട്ടിക്കിൾ 356 പറയുന്ന സ്റ്റേറ്റ് എമർജൻസിക്ക് കാലാവധി ഉണ്ട്.
ഒരു സമയം 6 മാസം വരെ മാത്രമേ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അറ്റ് എ ടൈം 6 മന്ത്സ് എന്ന് തന്നെയാണ് ഇവിടെ 352 പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സമയം 6 മാസം വരെ മാത്രമേ ആർട്ടിക്കിൾ 356 പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി 6 മാസത്തിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് കാലാവധി വേണമെങ്കിൽ വീണ്ടും അത് ആ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ 352 പറഞ്ഞിരിക്കുന്നത് പോലെ വീണ്ടും പാർലമെന്റിന്റെ അധികാരം നേടേണ്ടി വരും. വീണ്ടും പാർലമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ആ 6 മാസത്തെ പീരീഡ് വീണ്ടും നീട്ടിക്കൊണ്ടു പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ 356 പ്രകാരമുള്ള സ്റ്റേറ്റ് എമർജൻസിയുടെ മാക്സിമം പീരീഡ് ഒരു സമയം 6 മാസം തന്നെയാണ്. അത് വീണ്ടും നീട്ടിക്കൊണ്ടു പോകണമെങ്കിൽ വീണ്ടും പാർലമെന്റിന്റെ അംഗീകാരം നേടേണ്ടി വരും. ഇനി ഇവിടെ ഉള്ളൊരു പ്രത്യേകത, ആർട്ടിക്കിൾ 356 പ്രഖ്യാപിക്കുന്നതിന് മാക്സിമം പീരീഡ് അല്ലെങ്കിൽ മാക്സിമം കാലാവധി ഉണ്ട്. മാക്സിമം 3 വർഷം വരെ മാത്രമേ ആർട്ടിക്കിൾ 356 പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. ആർട്ടിക്കിൾ 356 മാക്സിമം 3 വർഷം വരെ മാത്രമേ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള നാഷണൽ എമർജൻസിക്ക് അങ്ങനെ ഒരു പീരീഡ് ഇല്ല. അത് എത്ര കാലം വേണമെങ്കിലും പ്രഖ്യാപിക്കാം. പക്ഷെ ആർട്ടിക്കിൾ 356 ഒരു സമയം 6 മാസം വീതമാണെങ്കിലും അത് മാക്സിമം 3 വർഷം വരെ മാത്രമേ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള ആദ്യത്തെ സ്റ്റേറ്റ് എമർജൻസി സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ വരുന്നത് 1951 പഞ്ചാബിലാണ്. ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള സ്റ്റേറ്റ് എമർജൻസി സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ആദ്യം വരുന്നത് പഞ്ചാബില് 1951 അപ്പോൾ ആർട്ടിക്കിൾ 356 പോയിന്റുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 356 പ്രഖ്യാപിക്കുന്നത് ഗവർണറുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റാണ്. ഇനി ആർട്ടിക്കിൾ 356 നടക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഭരണം ഗവർണറായിരിക്കും. എങ്ങനെയായിരിക്കും അദ്ദേഹം ഭരണം ചെയ്യുന്നത്? പ്രസിഡന്റിന്റെയും പാർലമെന്റിന്റെയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുസരിച്ചായിരിക്കും. ഇനി മാക്സിമം കാലാവധി എന്താണ്? ഒരു സമയം 6 മാസം വരെ മാത്രമേ സ്റ്റേറ്റ് എമർജൻസി പ്രൊക്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ 3 വർഷം വരെ ഇത് പുറപ്പെടുവിക്കാൻ സാധിക്കും. 3 വർഷം വരെ മാത്രമേ ഇത് പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള എമർജൻസി സ്റ്റേറ്റ് എമർജൻസി ആദ്യമായി പ്രഖ്യാപിച്ച അവസരം ഏതാണ്? 1951 പഞ്ചാബിലാണ് ഇത്തരത്തിലുള്ള ഒരു എമർജൻസി പുറപ്പെടുവിക്കുന്നത്. അത്രയുമാണ് ആർട്ടിക്കിൾ 356 പറയുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 358. ആർട്ടിക്കിൾ 358 പറയുന്നത് സ്റ്റേറ്റ് എമർജൻസി ആയാലും നാഷണൽ എമർജൻസി ആയാലും, അതായത് ആർട്ടിക്കിൾ 352 ആയാലും ആർട്ടിക്കിൾ 356 ആയാലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ഉൾപ്പെടുന്ന എല്ലാ അവകാശങ്ങളും, 6 റൈറ്റുകൾ, ആ 19 ഉൾപ്പെടുന്ന എല്ലാ അവകാശങ്ങളും റദ്ദാക്കപ്പെടുമെന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു വെക്കുമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 358. എന്താണ്? ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള നാഷണൽ എമർജൻസി ആയാലും ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ ആയാലും ആ കാലയളവിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 പറയുന്ന അവകാശങ്ങളെല്ലാം തന്നെ റദ്ദ് ചെയ്യപ്പെടും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെടും എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 358. ആർട്ടിക്കിൾ 358 പറയുന്നത് സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ ആർട്ടിക്കിൾ 356 അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂൾ ആയാലും നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ആർട്ടിക്കിൾ 352 ആയാലും അത് പുറപ്പെടുവിച്ച് നിലവിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഭരണഘടനയുടെ 19 ആർട്ടിക്കിളിൽ പറയുന്ന അവകാശങ്ങളെല്ലാം റദ്ദ് ചെയ്യപ്പെടുമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 358. ഇനി അടുത്ത ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 359. ആർട്ടിക്കിൾ 359 പറയുന്നത് ആർട്ടിക്കിൾ 352 പറയുന്ന നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന കാലയളവിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 352 പറയുന്ന ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് അല്ലെങ്കിൽ ആ എമർജൻസി നിലനിൽക്കുന്ന അവസരത്തിൽ ഭരണഘടനയുടെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുന്ന എല്ലാ അവകാശങ്ങളും റദ്ദ് ചെയ്യപ്പെടും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെടുമെന്നാണ്. ആർട്ടിക്കിൾ 359 എന്നാണ് പറയുന്നത് 352 നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഭരണഘടനയുടെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന അവകാശങ്ങളെല്ലാം റദ്ദ് ചെയ്യപ്പെടുമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 359. ഇനി ഇവിടെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഈ റദ്ദ് ചെയ്യുന്ന കൂട്ടത്തിൽ ആർട്ടിക്കിൾ 20 ഉം 21 സസ്പെൻഡ് ചെയ്യപ്പെടുകയില്ല. ആർട്ടിക്കിൾ 20, 21 അപ്പോഴും നിലനിൽക്കും.
അപ്പോൾ ആർട്ടിക്കിൾ 359 പറയുന്നുണ്ട് നാഷണൽ എമർജൻസിയുടെ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ് പാർട്ട് 3 എല്ലാ റൈറ്റും സസ്പെൻഡ് ചെയ്യുമെങ്കിലും അതിൽ ആർട്ടിക്കിൾ 20-നെയും 21-നെയും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം നാഷണൽ എമർജൻസി സമയത്തും നിലവിൽ സാധുതയുള്ള ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20-ഉം 21-ഉം. ഫണ്ടമെന്റൽ റൈറ്റിലെ എല്ലാ അധികാരങ്ങളും സസ്പെൻഡ് ചെയ്യുമെങ്കിലും ആർട്ടിക്കിൾ 20-ഉം 21-ഉം അപ്പോഴും സസ്പെൻഡ് ചെയ്യപ്പെടുകയില്ല. അത് രണ്ടും അപ്പോഴും നിലവിലുണ്ടാവും. അതാണ് ആർട്ടിക്കിൾ 359 പറയുന്നത്. ഇനി ഈ ആർട്ടിക്കിൾ 359 പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ പാർട്ട് 3-യുടെ സസ്പെൻഷൻ അല്ലെങ്കിൽ റദ്ദാക്കൽ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള എമർജൻസിയിൽ മാത്രമേ ഉള്ളൂ. ദേശീയ അടിയന്തരാവസ്ഥയിൽ മാത്രമേ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് പാർട്ട് 3-ൽ പറയുന്ന മൗലിക അവകാശങ്ങളെ റദ്ദ് ചെയ്യാൻ അവകാശമുള്ളൂ. 356 പ്രകാരമുള്ള സ്റ്റേറ്റ് എമർജൻസി ആണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് പാർട്ട് 3-ൽ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ ആർട്ടിക്കിൾ 359 പ്രകാരം റദ്ദ് ചെയ്യാൻ സാധിക്കുകയില്ല. സ്റ്റേറ്റ് എമർജൻസി ആണെങ്കിൽ ആർട്ടിക്കിൾ 359 വാലിഡ് അല്ല. ആർട്ടിക്കിൾ 359 പറയുന്നത് 352 പ്രകാരമുള്ള നാഷണൽ എമർജൻസിയുടെ കേസിൽ മാത്രമാണ്. 356-ന്റെ കേസിൽ ആർട്ടിക്കിൾ 359 വാലിഡ് അല്ല. ആ സമയത്ത് ഈ പറയുന്ന ഒരു കണ്ടീഷനും വാലിഡ് അല്ല. ആർട്ടിക്കിൾ 356-ന്റെ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3-ൽ ഉൾപ്പെടുന്ന റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യപ്പെടുകയില്ല. അത് നിലവിലുണ്ടാകും. പക്ഷെ ആർട്ടിക്കിൾ 358-ൽ എന്ത് പറയുന്നുണ്ട്? സ്റ്റേറ്റ് എമർജൻസി ആയാലും നാഷണൽ എമർജൻസി ആയാലും ആർട്ടിക്കിൾ 19-ലുള്ള അവകാശങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 358-ഉം 389-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. 358-ൽ പറയുന്നത് ആർട്ടിക്കിൾ 19-ൽ പറയുന്ന അവകാശങ്ങളൊക്കെ നാഷണൽ എമർജൻസി ആയാലും സ്റ്റേറ്റ് എമർജൻസി ആയാലും റദ്ദ് ചെയ്യും. 359-ൽ എന്താണ് പറയുന്നത്? നാഷണൽ എമർജൻസി സമയത്ത് പാർട്ട് 3-ലുള്ള എല്ലാ അവകാശങ്ങളും റദ്ദ് ചെയ്യും, ആർട്ടിക്കിൾ 20, 21 ഒഴിച്ച്. ഇനി അതുകൂടാതെ ഈ ആർട്ടിക്കിൾ 359, ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയുടെ കേസാണ്. 356 സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂളിന്റെ കാര്യമല്ല എന്ന് 359-ൽ പറയുന്നു. ഇനി അടുത്ത ആർട്ടിക്കിൾ ഏറ്റവും അവസാനമാണ്, ഈ സെക്ഷനിലെ ഏറ്റവും അവസാനത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക നില അല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറ തകരുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവ വികാസങ്ങൾ വരുമ്പോൾ മാത്രമേ 360 പ്രകാരമുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ 360-ൽ പറയുന്ന ഫിനാൻഷ്യൽ എമർജൻസി അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ തകർക്കത്തക്ക പോലെയുള്ള എന്തെങ്കിലും സംഭവ വികാസങ്ങൾ വരുമ്പോൾ മാത്രം പ്രഖ്യാപിക്കാനുള്ളതാണ്. ഫിനാൻസുമായി മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി. ഇനി ഇന്ത്യയിൽ ഒരിക്കലും ആർട്ടിക്കിൾ 360 പ്രകാരമുള്ള എമർജൻസി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 360 പ്രകാരമുള്ള ഒരു എമർജൻസി ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ പാർട്ട് 18 പറയുന്നത് എമർജൻസി പ്രൊവിഷൻ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന കാര്യമാണ്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള ആർട്ടിക്കിളാണ് പാർട്ട് 18-ലുള്ളതെന്ന് പറഞ്ഞു. ഈ ഭാഗത്ത് വരുന്ന പ്രധാന ആർട്ടിക്കിളാണ് ഒന്ന് ആർട്ടിക്കിൾ 352. ആർട്ടിക്കിൾ 352 പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി അല്ലെങ്കിൽ നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ടാണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റാണ്. അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നത് പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരുടെയും നിർദ്ദേശത്തിന് ശേഷമാണ്. അദ്ദേഹത്തിന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ എന്ത് വേണം? പാർലമെന്റിന്റെ 3/2 ഭൂരിപക്ഷത്തോടു കൂടിയുള്ള അനുവാദം വേണം. ഇനി ഒരു സഭ നിലവിലില്ലെങ്കിൽ രാജ്യസഭ ഒരിക്കലും ഡിസോൾവ് ആവില്ല, ലോക്സഭ മാത്രമേ ഡിസോൾവ് ആവുകയുള്ളൂ. അതുകൊണ്ട് ഒരു സഭ നിലവിലില്ലാത്ത സമയമാണെങ്കിൽ രാജ്യസഭയിലെങ്കിലും അത് 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സായിരിക്കണം. ഇനി ഒരു സമയം 6 മാസത്തേക്ക് വരെ മാത്രമേ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അറ്റ് എ ടൈം 6 months എന്നാണ്. ഇനി അദ്ദേഹത്തിന് ആ കാലാവധി വീണ്ടും നീട്ടണമെങ്കിൽ വീണ്ടും പാർലമെന്റിന്റെ അംഗീകാരം വേണം. ഇന്ത്യയിൽ 352 പ്രകാരമുള്ള എമർജൻസി 3 വട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് 1962 ഇന്ത്യ ചൈന യുദ്ധം, 2 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, 1975 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ. അങ്ങനെ 3 തവണയാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 പറയുന്നത് സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂളിനെ പറ്റിയിട്ടാണ്.
ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ്. ഈ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള അടിയന്തരാവസ്ഥയും ഒരു സമയം 6 മാസം വരെ മാത്രമേ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇനി അത് തുടർന്ന് നീട്ടിക്കൊണ്ടു പോകണമെങ്കിൽ പാർലമെന്റിന്റെ അനുവാദം വേണം. ആർട്ടിക്കിൾ 356 പ്രഖ്യാപിക്കാനൊക്കുന്ന പരമാവധി കാലാവധി 3 വർഷമാണ്. പക്ഷേ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള നാഷണൽ എമർജൻസി എത്ര കാലം വേണമെങ്കിലും പ്രഖ്യാപിക്കാം. 356 3 വർഷം വരെ മാത്രമേ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. 352 എത്ര കാലം വേണമെങ്കിലും പ്രഖ്യാപിക്കാം. ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള എമർജൻസി ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് 1951 പഞ്ചാബിലാണ്. ഇനി അടുത്ത ആർട്ടിക്കിൾ 358 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥയായാലും ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള പ്രസിഡൻഷ്യൽ റൂൾ ആയാലും ആർട്ടിക്കിൾ 19 പറയുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളൊക്കെയും റദ്ദ് ചെയ്യപ്പെടുമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 358. ഇനി അടുത്ത ആർട്ടിക്കിൾ 359 എന്താണ് പറയുന്നത്? 352 പ്രകാരമുള്ള നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഭരണഘടനയുടെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ഭാഗത്ത് ഉൾപ്പെടുന്ന എല്ലാ അവകാശങ്ങളും റദ്ദ് ചെയ്യപ്പെടും. പക്ഷേ ആർട്ടിക്കിൾ 20നെയും 21നെയും ആ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ആർട്ടിക്കിൾ 359 എപ്പോൾ മാത്രമേ വാലിഡ് ആവുകയുള്ളൂ? നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള നാഷണൽ എമർജൻസിയുടെ കാര്യത്തിൽ മാത്രമേ വാലിഡ് ആകുകയുള്ളൂ. ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസിയുടെ കാര്യത്തിൽ ആർട്ടിക്കിൾ 359 വാലിഡ് അല്ല. അടുത്ത ആർട്ടിക്കിൾ 360 ആണ്. ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 360. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ആർട്ടിക്കിൾ 360 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ, ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അത്രയാണ് ആ പാർട്ട് 18 എമർജൻസി പ്രൊവിഷൻസ് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന ഭാഗത്തെ പോയിന്റ്. So friends, we have completed till part 18 and we will continue the remaining part and important articles in our next session. ഭരണഘടനയുടെ പാർട്ട് 18 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ് നമ്മൾ കവർ ചെയ്തത്. തുടർന്ന് വരുന്ന പാർട്ടുകളിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളിനെ പറ്റി നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. നന്ദി.